ശൈത്യകാലത്ത് പ്രതിരോധശേഷി കുറയുന്നത് നിരവധി രോഗങ്ങൾക്കുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ചുമ പോലുള്ള പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടായേക്കാം. ഈ സാഹചര്യത്തിൽ ഭക്ഷണക്രമം ഒരു മികച്ച സഹായകമാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചില സൂക്ഷ്മ പോഷകങ്ങളും ജീവനുള്ള സൂക്ഷ്മാണുക്കളും ശ്വസന അണുബാധയുടെ അപകട സാധ്യതയോ ദൈർഘ്യമോ കുറയ്ക്കുമെന്നും രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളുടെ ഉറവിടമാകുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. വ്യത്യസ്ത തരം പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി ദുർബലമാക്കുന്നത് തടയുക മാത്രമല്ല, വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയും ശരീരത്തിന് നൽകുന്നു. പ്രതിരോധശേഷി കൂട്ടാൻ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഒന്നാമതായി ചില പഴങ്ങളാണ്. സിട്രസ് പഴങ്ങളിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത് നിരവധി രോഗപ്രതിരോധ കോശങ്ങളെ നിലനിർത്തുകയും സസ്യഭക്ഷണങ്ങളിൽ നിന്ന് ഇരുമ്പ് ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ശക്തമായ ആന്റി ഓക്സിഡന്റ് ആണ്. ഓറഞ്ച്, മുന്തിരി എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നവയാണ്. രണ്ടാമതായി ഇലക്കറികളാണ്. വിറ്റാമിനുകൾ എ, സി, ഫ്ലോറേറ്റ്, നാരുകൾ എന്നിവയെല്ലാം ഇലക്കറികളിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് കഫം, ചർമ്മത്തിന്റെയും ദഹനനാളത്തിന്റെയും രോഗപ്രതിരോധ സംവിധാനത്തെയും സഹായിക്കുന്നു. 3. പ്രോബയോട്ടിക്സിന്റെ പതിവ് ഉപയോഗം അപ്പർ റെസ്പിറേറ്ററി അണുബാധകളുടെ ആവൃത്തിയും ദൈർഘ്യവും കുറയ്ക്കുന്നതായി ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഇതിനായി പ്രഭാത ഭക്ഷണത്തിലും സ്മൂത്തികളിലും പ്ലെയിൻ തൈര് ഉൾപ്പെടുത്തുക. 4. വിറ്റാമിൻ ഡിയുടെ ഒരു പ്രധാന പങ്ക് രോഗപ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കുക എന്നതാണ്. സൂര്യനിൽ നിന്ന് വിറ്റാമിൻ ലഭിക്കുന്നത് ഏറ്റവും നല്ല മാർഗമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ശൈത്യകാലത്ത് ശരീരത്തിന് ആവശ്യമായത് നൽകുക പ്രതിരോധ സംവിധാനം കൂട്ടും. 5. നട്ട്സും വിത്തുകളുമൊക്കെയാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളിൽ വിറ്റാമിൻ ഇ, സിങ്ക്, മഗ്നീഷ്യം, നല്ല കൊഴുപ്പുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇവയെല്ലാം ചേർന്ന് രോഗപ്രതിരോധ കോശ സ്തരങ്ങളിലും ആന്റി ഓക്സിഡന്റ് പ്രതിരോധത്തിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. 6. ഇഞ്ചിയാണ്. വീക്കം കുറയ്ക്കുന്നതിലൂടെയും ജിഞ്ചറോൾ പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഉപയോഗിച്ച് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിനെതിരെ പോരാടുന്നതിലൂടെയും ജലദോഷം, പനി തുടങ്ങിയ അണുബാധകൾക്കെതിരെ രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നതിലൂടെയും പ്രതിരോധശേഷി ഇത് വർദ്ധിപ്പിക്കുന്നു. 7. ചിലതരം ഭക്ഷ്യയോഗ്യമായ കൂണുകളിൽ ബീറ്റാ ഗ്ലൂക്കനുകൾ, ആന്റി ഓക്സിഡന്റുകൾ തുടങ്ങിയ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കൂൺ ഉപയോഗിച്ച് സ്റ്റൂവിൻ്റെയും സ്റ്റിർ ഫ്രൈയുടെയും രുചി വർദ്ധിപ്പിക്കാനും അതേസമയം രോഗപ്രതിരോധ പോഷകാഹാര വർധനവ് നേടാനും കഴിയും. 8. ഓട്സ് ആണ്. ഓട്സിൽ നാരുകളും പ്രതിരോധ ശേഷിയുള്ള അന്നജവും കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഗുണം ചെയ്യുന്ന കുടൽ ബാക്ടീരിയകളെ പോഷിപ്പിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ സന്തുലനാവസ്ഥ നിലനിർത്താനും കഴിയുന്ന പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അവസാനമായി ശരീരത്തിന്റെ ആന്റിവൈറൽ പ്രതിരോധന ശേഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് സിങ്ക്. സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രതിരോധ ശേഷി കൂട്ടാനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും സഹായിക്കുന്നു. ചെറുപയർ, ബീൻസ്, മത്തങ്ങ വിത്ത്, കശുവണ്ടി, ബദാം, വാൾനട്ട്, ധാന്യങ്ങൾ, മുട്ട, ഡാർക്ക് ചോക്ലേറ്റ് എന്നിവയിലെല്ലാം സിങ്ക് കൂടുതലായി അടങ്ങിയിരിക്കുന്നുണ്ട്.